അപ്പോ സുരേഷ് ഗോപി, പ്രജ, കഞ്ഞിപ്പാത്രം ഈ പദങ്ങളൊക്കെ ഉപയോഗിച്ചപ്പോ എന്തായിരുന്നു പുകില്? 2 ദിവസത്തോളം ചാനലുകളിൽ ചർച്ച. പക്ഷെ ഇന്ന് കേരളത്തിലുള്ള ഓരോ രാഷ്ട്രീയക്കാർക്കും കൃത്യമായിട്ട് പ്രജ എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലായിട്ടുണ്ടാവും. അമ്മാതിരി അടിയായിരുന്നില്ലേ, അതും പെണ്ണുങ്ങളുടെ കയ്യിൽ നിന്ന്. നമസ്കാരം. അപ്പോ നമ്മളുടെ കണ്ണൂര് കൂത്തുപറമ്പ് MLA-ക്ക് സ്ത്രീകളുടെ കയ്യിൽ നിന്ന് അടക്കം തല്ല് കിട്ടിയത് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാവും. പക്ഷെ ആ തല്ല് കിട്ടാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് മാലിന്യ പ്രശ്നം എന്നാണ് പറയുന്നത്. പക്ഷെ യഥാർത്ഥത്തിൽ അതല്ല കാരണം എന്നുള്ളത്. അവിടെ കാണിച്ചൊരു ചെറിയ തെണ്ടിത്തരം അത് തന്നെയാണ്. അപ്പോ ആദ്യം തന്നെ പറഞ്ഞു പോകേണ്ടത്, 2 ദിവസങ്ങൾക്ക് മുമ്പ് നമ്മളുടെ സുരേഷ് ഗോപി പ്രജ, കഞ്ഞിപ്പാത്രം ഇതൊക്കെ ഉപയോഗിച്ചു, ഇങ്ങനെയുള്ള പദങ്ങളൊക്കെ ഉപയോഗിച്ചു. അത് ഫ്യൂഡൽ പദങ്ങളാണ്. ഈ പ്രജ എന്ന് പറയുന്നതിന്റെ അർത്ഥം യഥാർത്ഥത്തിൽ മനസ്സിലാവാത്തത് കൊണ്ടാണോ അതോ മനസ്സിലായില്ല എന്ന് ഈ മാധ്യമങ്ങളെല്ലാം നടിക്കുന്നതാണോ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതായത് ജൻ ഈ 2 പദങ്ങളിൽ നിന്നാണ് ഈ പ്രജ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടായിരിക്കുന്നത്. ഈ പ്രജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൊതുജനം, അതായത് വലിയ ഒരു ജനസമൂഹത്തെ റെപ്രസെന്റ് ചെയ്യുന്ന ഒരു വാക്ക്, അത്രേ ഈ പ്രജ കൊണ്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാണ്ട് ഈ പ്രജ എന്ന് പറയുന്ന ഒരു തെറി വാക്കോ അല്ലെങ്കിൽ അടിമകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള മോശം പദങ്ങളൊന്നും അല്ല. അതായത് കൃത്യമായിട്ട് ഈ പൊതുജനങ്ങളെ പറയുന്ന ഒരു പദമാണ്. അത് സംസ്കൃത പദമാണ്. മലയാളത്തിൽ പറയുന്നതിന് പകരം സുരേഷ് ഗോപി അത് സംസ്കൃതത്തിൽ പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി ഈ സുരേഷ് ഗോപി എന്ന് പറയുന്ന പ്രജാപതിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മളുടെ കേന്ദ്രം ഭരിക്കുന്ന നരേന്ദ്രമോദി അടക്കം അതിന് താഴെയുള്ള കേന്ദ്രമന്ത്രിമാര്, അതിന് താഴെയുള്ള MP-മാര് എല്ലാവരും ഈ പ്രജകളുടെ സേവകരാണ് എന്നുള്ളതാണ് സത്യം. അതുകൊണ്ടാണ് പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് ഞാൻ സേവകനാണ് എന്ന്. പക്ഷേ ഈ ഗുണ്ടകൾക്ക്, അതായത് രാഷ്ട്രീയക്കാരെന്ന് പറയാൻ പറ്റില്ല കേരളത്തില്, ഈ ഗുണ്ടകൾക്ക് അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ലല്ലോ. അവർക്ക് ആ ഗുണ്ടായിസം, അടിമകളെ പോലെ കാണുക, എന്നും ദാരിദ്ര്യം നിലനിർത്തുക, ഇതൊക്കെയാണല്ലോ അവരുടെ അജണ്ട എന്ന് പറയുന്നത്. അപ്പോ പറഞ്ഞു വന്നത് നമ്മളുടെ കൂത്തുപറമ്പ് MLA-യുടെ കേസാണ്. KP മോഹനൻ. അദ്ദേഹം പണ്ടെന്തോ ലോക് താന്ത്രിക് ജനതാദൾ എന്ന് പറയുന്ന ഒരു പാർട്ടിയിലായിരുന്നു എന്നും UDF മന്ത്രിസഭയിലെ മന്ത്രിയായിരുന്നു എന്നൊക്കെ പറയുന്നു. അതുപോലെ തന്നെ ഇപ്പോ LDF-ന്റെ കൂടെയാണ്, RJD രാഷ്ട്രീയ ജനതാദൾ എന്ന് പറയുന്ന പാർട്ടിയിലാണ്. ഇവരെ ഇങ്ങനെ ഓരോ സമയത്തും ഓരോ പാർട്ടികളിൽ, നമ്മൾ വെള്ളിമൂങ്ങ എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുണ്ടല്ലോ, ഒരു രണ്ടോ മൂന്നോ ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ, ഒരു പാർട്ടി രജിസ്ട്രേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു മുന്നണിയുടെ കൂടി മന്ത്രിമാരാവുക അല്ലെങ്കിൽ MLA-മാരാവുക. ഇതൊക്കെയാണ് ഇവരുടെ വൈറ്റിപ്പഴപ്പ് എന്ന് പറയുന്നത്. അപ്പോ ആ ഒരു MLA എന്ന് പറയുന്നത് ഇന്ന് കരിയാട് എന്ന് പറയുന്ന സ്ഥലത്ത് അംഗനവാടി ഉദ്ഘാടനത്തിന് പോയപ്പോ എല്ലാവരും പറയുന്ന അവിടെ ഒരു സ്വകാര്യ ഡയാലിസിസ് സെന്റർ ഉണ്ട്. ആ ഡയാലിസിസ് സെന്ററിൽ നിന്നുള്ള മാലിന്യങ്ങൾ പുറത്തോട്ട് ഒഴുക്കുന്നുണ്ട്. അപ്പോൾ അതിനെതിരെ ധാരാളം പരാതികളും പ്രതിഷേധങ്ങളും നടത്തി. ഈ MLA മൈൻഡ് ചെയ്തില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ വാസ്തവം തന്നെയാണ്. പക്ഷെ യഥാർത്ഥത്തിൽ അവിടെ ഈ MLA-യെ സ്ത്രീകളടക്കം കയ്യേറ്റം ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് കൃത്യമായിട്ട് LDF-ന്റെ ഭാഗത്തോട്ട് വന്നപ്പോ പിണറായിയൊക്കെയാണല്ലോ അവർക്ക് ഊർജം പകരുന്നത്. അവരുടെ മാതൃകാ പുരുഷൻ എന്ന് പറയുന്നത് പിണറായിയൊക്കെയാണല്ലോ. അപ്പോ അത് കണ്ട്, ആന മുക്കുന്നത് കണ്ട് ആട് മുക്കി നോക്കിയതാണ് സത്യം പറഞ്ഞാല്. പക്ഷെ അറഞ്ചം പുറഞ്ചം അടിയായിരുന്നു. നാണം കെട്ടു. അവസാനം ആ അംഗനവാടിയുടെ വരാന്തയിൽ നിന്നിട്ട് നിങ്ങൾ അവിടെ നിന്നോ, ഞാൻ ഇവിടെ നിന്ന് കേട്ടോളാം എന്ന് പറയുന്ന ഗതികേടിലായിപ്പോയി ഈ KP മോഹനൻ എന്ന് പറയുന്ന MLA. അതായത് അദ്ദേഹം കാണിച്ച തെണ്ടിത്തരം കൂടി നമ്മൾ അറിയണം. അതായത് ഈ പൊതുജനങ്ങളെല്ലാം പ്ലക്കാർഡൊക്കെ പിടിച്ച്, ചെറിയ കുട്ടികളടക്കം ഉണ്ട്, പുരുഷന്മാരും ഉണ്ട്, സ്ത്രീകളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അവർ ഈ പ്ലക്കാർഡൊക്കെ പിടിച്ച് പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഈ അംഗനവാടിയിലോട്ട് ഉദ്ഘാടനത്തിന് അദ്ദേഹം പോകുമ്പോൾ പ്രതിഷേധിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ അതിന്റെ ഇടയിലൂടെ വേണം ഈ അംഗനവാടിയിലോട്ട് പോകാൻ. അതിന്റെ ഇടയിൽ കയറിയപ്പോൾ നമ്മളുടെ ശബരിമലയിൽ കണ്ട ഒരു മുദ്ര, ആ മുദ്ര കാണിച്ചു. അതായത് ഇതിങ്ങനെ മുഷ്ടി ചുരുട്ടിക്കൊണ്ട് നിങ്ങളെ ഞങ്ങൾ പിന്നെ കണ്ടോളാം എന്നുള്ള ഒരു മുദ്രാവാക്യം ഈ മോഹനനും വിളിച്ചു. ഈ പൊതുജനങ്ങൾ പ്രതിഷേധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു MLA എന്ന് പറയുമ്പോൾ അവരുടെ പ്രശ്നങ്ങൾ കേട്ടില്ല എന്നുള്ളത് പോട്ടെ, അതുകൊണ്ട് പ്രതിഷേധമുണ്ടായി എന്ന് വിചാരിച്ച് ഇതുപോലെയുള്ള തെണ്ടിത്തരം, നിങ്ങളെ ഞങ്ങൾ പിന്നെ കണ്ടോളാം എന്ന് പറയുന്ന മുദ്രാവാക്യം അവരുടെ ഇടയിൽ നിന്ന് വിളിച്ചാൽ എങ്ങനെ ഉണ്ടാവും? മാത്രമല്ല, ഇദ്ദേഹം ഒറ്റയ്ക്കായിരുന്നു. നമ്മളുടെ CPM-ന്റെ ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ രക്ഷാപ്രവർത്തകർ കൂടെ ഉണ്ടായിരുന്നില്ല. അതാണ് അവിടെ സംഭവിച്ചത്. അവസാനം MLA-ക്ക് വയറ് നിറച്ച് കിട്ടി. ഇനി വീട്ടിൽ പോയി സ്വസ്ഥമായിട്ട് കുഴമ്പിട്ട് തിരുമ്പാം.